എല്ലാവർക്കും നമസ്കാരം. ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാധുവിനെ സംബന്ധിച്ച് നോക്കുമ്പം അവൻ്റെ പൂർണ്ണ ലക്ഷ്യവും ഉദ്ദേശവും ആത്മസാക്ഷാത്കാരമാണ്. മുക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഈ യാത്രയിൽ ഒരു ഗുരുവിൻ്റെ പൂർണ്ണ ശക്തിയുടെ പ്രാധാന്യമാണ് ആവശ്യവും. ഒരു ജീവൻ ഇവിടെ വരുമ്പം തന്നെ കർമ്മബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കർമ്മത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണത്വത്തിലേക്ക് അലിയുവാനായിട്ട് കർമ്മം സ്നേഹം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു നിന്നുകൊണ്ട് ബോധം ഉണർന്നു നിന്നുകൊണ്ട് മുക്തി എന്ന് പറയുന്ന ഒന്നിലേക്ക് പോവാനായിട്ടുള്ള ജ്ഞാനം സദാസമയം മനസ്സിൻ്റെ ക്രമീകരണമല്ലാതെ ബോധത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നൊരു യാത്രയാണ് ഏറ്റവും മഹത്തേറിത്തീരുന്നത്. പലതരത്തിലുള്ള ബന്ധങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും മഹത്തേറിയ ഒരു ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധമെന്ന് പറയുന്നത്. ഒരു ശിഷ്യൻ ഗുരുവിനെ സ്നേഹത്താലും സമർപ്പണത്താലും വിനയത്താലും അർപ്പിക്കുന്ന സമയത്താണ് ഒരു ഗുരുവിൻ്റെ സാമീപ്യം എന്താണെന്ന് അനുഭവിച്ചറിയുന്നത്. ഒരു ഗുരുവിൻ്റെ പൂർണ്ണ ശക്തിയെ ഉണർത്തിയെടുക്കുന്നത് ഒരാത്മാർത്ഥതയോട് സമർപ്പിച്ചിരിക്കുന്ന ശിഷ്യനാണ്. ഒരച്ഛന് ഒരു മകനുണ്ടാവുമ്പോഴേ അദ്ദേഹത്തെ ഒരു അച്ഛനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ശിഷ്യൻ്റെ പൂർണ്ണ സമർപ്പണമാണ് ഒരു ഗുരുവിൻ്റെ പൂർണ്ണ മാർഗത്തിനെ ആ ശിഷ്യനായിട്ട് നൽകാൻ പറ്റുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പം ഒന്നും നേടിയെടുക്കാനുമില്ല, ഒന്നും നേടിക്കൊടുക്കാനുമില്ല. പ്രപഞ്ചശക്തി ഒരു ശരീരമെടുത്തിരിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്ന തത്വം. അത് പൂർണ്ണ ആനന്ദത്തിലാണ്. ശിഷ്യൻ്റെ സമർപ്പണ ഭാവമാണ് ഗുരു അവൻ്റെ ഉള്ളിലെ പൂർണ്ണ ശക്തിയെ നയിക്കുന്നത്. ഒരു ഗുരുവിന് ഒരിക്കലും ഒരു ഗുരുവാന്നുള്ള ഭാവമോ ഗുരുവാന്നുള്ള രീതിയിലുമായിരിക്കില്ല നടക്കുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പം ഒന്നും തെളിയിക്കാനില്ല. ഒരു കാറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പം കാറ്റിനെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആത്മാർത്ഥമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പം കാറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല, അതിനെ അനുഭവിക്കുകയാണ് നമ്മൾ. അതേപോലെ തന്നെ എപ്പോഴാണോ ഗുരുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ആ സമയം മുതൽ ആ ശിഷ്യന് ഗുരുവിൻ്റെ സാമീപ്യം തന്നെ ആത്മാവിൻ്റെ മോചനത്തിലേക്കുണ്ടാവുന്ന അബോധത്തിൻ്റെ അറിവായി തീരുകയാണ്. ഗുരുവിൻ്റെ പ്രസൻസ് തന്നെയാണ് സാധനയായി തീരുന്നത്. എപ്പോഴും തന്നെ ഈ യാത്ര മോചനത്തിൻ്റെ മായാലോകത്തിൻ്റെ ക്രമീകരണത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമാണ്. എന്നാൽ ഒരു വ്യക്തി കർമ്മബന്ധത്തിൽ നിന്നുകൊണ്ടും അതിൻ്റെ ബോധത്തിൽ അറിഞ്ഞുകൊണ്ടും അതിലേക്ക് കടക്കുമ്പം അവരുള്ളിലെ ഗുരുതത്വത്തിൻ്റെ ഊർജത്തെ അവരുണർത്തിയെടുക്കുമ്പം അവർക്ക് മുക്തിയെക്കുറിച്ചൊന്നും ചിന്തയുണ്ടാവില്ല. അവർക്ക് തന്നെ അറിയാം, ഒരു വ്യക്തി റൂട്ട് മാപ്പ് ഇട്ട് പോകുമ്പം ആ വ്യക്തിക്കറിയാം അത് അങ്ങോട്ട് തന്നെ പോകുന്നതെന്ന്. എന്നാൽ ഒരു വ്യക്തിയുടെ റൂട്ട് മാപ്പ് ഇല്ലാതെ ഒരാൾ സഞ്ചരിക്കുമ്പം അവർക്കാണ് കൂടുതൽ കൺഫ്യൂഷൻ. മുക്തി പ്രാപിക്കുമോ അല്ലെങ്കിൽ ബ്രഹ്മമായി അലിയാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഗുരുവിൻ്റെ പ്രസൻസ് അവരിലേക്ക് എത്തിക്കഴിയുമ്പം അവരുടെ റൂട്ട് കറക്റ്റ് ആവണം. അവർക്ക് തന്നെ ഗുരുവിൻ്റെ പ്രസൻസിൽ അറിയാൻ പറ്റും, ആ നിമിഷം തന്നെ മുക്തി പ്രാപിക്കുകയാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവാണ് സാക്ഷാൽ ബ്രഹ്മമായിരിക്കുന്നത്.
അതിലെപ്പോഴാണോ പൂർണ്ണ സമർപ്പണ ഭാവം വരുന്നത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എത്രത്തോളം ശ്രദ്ധയുണ്ടോ, ഒരു അഗ്നിയുടെ മുന്നിൽ നിൽക്കുമ്പം അത് തീയാന്നും അത് പൊള്ളുമെന്നുള്ള ഒരു ബോധത്തോട് നിൽക്കുന്നത് പോലെ, കരണ്ടിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കരണ്ട് അടിക്കും എന്നുള്ള ബോധത്തോട് നിൽക്കുന്നത് പോലെ, ഇപ്പോൾ ഉപാസന ചെയ്യുന്നവരോട് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ എത്രത്തോളം വിനയം ആ ഒരു ഡിവൈനുമായിട്ട് കാണിക്കുന്നു, അത്രത്തോളം നമ്മുടെ ശ്രദ്ധ കൂടുകയാണ്. നമ്മുടെ അർപ്പണഭാവം എത്രത്തോളം കൂടുന്നു, അത്രത്തോളം ഗുരുതത്വത്തിൻ്റെ ഊർജം കയറുകയാണ്. ഗുരു ഒരു കുണ്ടലിനി കടാക്ഷമാണ്, കുണ്ടലിനി ചൈതന്യമാണ്. ഗുരുവിൻ്റെ ഊർജം ശിഷ്യനുമായിട്ട് അലിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പലതരത്തിലെ ബന്ധങ്ങളുണ്ടാവും, എന്നാൽ ഏറ്റവും മഹത്തേറിയ ഒരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത്. ഗുരുവായിട്ട് അലിയുകയാണ്, അത് തന്നെയാണ് സമാധിയായി തീരുന്നത്. എല്ലാവർക്കും നമസ്കാരം.